നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. തൊഴിലാളികളുടെ സംഘശക്തി വിളിച്ചറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികൾ നടന്നു. ശക്തമായ വേനൽ മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശം. കടക്കലിൽ 3 പേർക്ക് മിന്നലിൽ പരിക്കേറ്റു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. നാഗമാണിക്യവും സൌഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയ പൂജാരിയും സുഹൃത്തും ഏരൂർ പോലീസിന്റെ പിടിയിൽ. വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്തത് 62 പവൻ ആഭരണവും 8 ലക്ഷം രൂപയും. വാർത്തകൾ വിശദമായി. തൊഴിലാളികളുടെ സംഘശക്തി വിളിച്ചറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികൾ നടന്നു. അഞ്ചലിൽ ഇടത് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് മെയ് ദിന റാലി സംഘടിപ്പിച്ചത്. തൊഴിലാളി സമൂഹത്തിന്റെ ഐക്യവും സംഘശക്തിയും വിളിച്ചറിയിച്ച റാലിയിൽ നിരവധി തൊഴിലാളികൾ അണിനിരന്നു. റാലിയോടനുബന്ധിച്ച് നടന്ന യോഗം CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി കെ ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. 1890 ആദ്യമായി ലോകത്ത് തൊഴിലാളി വർഗം മെയ് ദിന റാലികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി തീരുമാനിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തെവിടെയെല്ലാം തൊഴിലാളികളുണ്ടോ അവിടെയെല്ലാം 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിനോദത്തിനും 8 മണിക്കൂർ വിശ്രമത്തിനും വേണ്ടി അനുവദിക്കാൻ വേണ്ടി സമരം നടത്തി ജീവത്യാഗം ചെയ്ത തൊഴിലാളികളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ലോക തൊഴിലാളി വർഗം മെയ് ദിന റാലികൾ നടത്തി വരുന്നു. രവീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KN വാസവൻ, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ്, VS സതീഷ്, ലിജു ജമാൽ, ശ്രീഹരി, S സൂരജ്, സുജാ ചന്ദ്രബാബു തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂരിൽ ഇടത് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി സംഘടിപ്പിച്ച മെയ് ദിന റാലി CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി 8 മണിക്കൂർ പകുതി 8 മണിക്കൂർ വിനോദം 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളെന്ന് നമുക്ക് ഇക്കാലത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചിക്കാഗോ പട്ടണത്തിലെ തൊഴിലാളികൾ വമ്പിച്ച ഒരു പണിമുടക്കം നടത്തിക്കൊണ്ട് അവരുടെ അടക്കം നടത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ ഉയർത്തുകയുണ്ടായി. CITU പുനലൂർ ഏരിയ സെക്രട്ടറി PS ചെറിയാൻ അധ്യക്ഷനായി. AITUC നേതാവ് ജോബോയ് പെരേര സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് മാത്യു, SJ മോഹൻ, പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPI നേതാവ് C അജയ് പ്രസാദ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ, EK റോസ്ചന്ദ്രൻ, SUCA നേതാവ് പ്രശാന്ത് കുമാർ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് സജി സാം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പണവുമായി മുങ്ങിയ ചിട്ടി സ്ഥാപന ഉടമ പണം മടക്കി നൽകിയില്ലെന്നാരോപിച്ച് ഇടപാടുകാർ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അഞ്ചൽ ചന്തമുക്കിലെ പൊന്നൂസ് ചിട്ടി സ്ഥാപനത്തിലെ ഇടപാടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചത്. കേരള സർക്കാരിന്റെ അനുമതിയോടെ അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിച്ചിരുന്ന പൊന്നൂസ് ചിട്ടിഫണ്ട് സ്ഥാപനത്തിന്റെ ഉടമയാണ് 6 മാസം മുൻപ് ലക്ഷങ്ങളുമായി മുങ്ങിയത്.
പണം നഷ്ടമായവർ അഞ്ചൽ സിഐക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന് സ്ഥാപന ഉടമ അറിയിച്ചിരുന്നു. എന്നാൽ മാർച്ച് 15-ാം തീയതി കുറച്ചു പേർക്ക് 3000 രൂപ വീതം മാത്രമാണ് നൽകിയത്. ബാക്കി തുക ഏപ്രിൽ 30-ന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 6 മാസമായി സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. ഉടമ പണം മടക്കി നൽകാമെന്ന് അവസാന അവധി പറഞ്ഞ 30-നും പണം തിരികെ നൽകാൻ ആരും എത്തിയില്ല. 15,000 മുതൽ ലക്ഷങ്ങൾ വരെ നഷ്ടമായവരുണ്ട്. തുടർന്ന് പണം നഷ്ടമായവർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷം സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയായിരുന്നു. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് സ്ഥാപന ഉടമ പറ്റിക്കുകയാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ലെന്നും ഇടപാടുകാർ പറയുന്നു. തുടർന്ന് അഞ്ചൽ SI CK മനോജ് ഇടപാടുകാരുമായി ചർച്ച നടത്തുകയും SI സ്ഥാപന ഉടമയുമായി സംസാരിക്കുകയും തിങ്കളാഴ്ച രാവിലെ മുഴുവൻ പണവും നൽകാമെന്ന് വാക്കു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിരിയുകയുമായിരുന്നു. അഞ്ചൽ പൊന്നൂർ സിറ്റി ഫണ്ടില് ചിട്ടി കൊടുത്ത ആളുകളാണ്. ഏതാണ്ട് 52 പേര് ഒപ്പിട്ട ഒരു പരാതി ബഹുമാനപ്പെട്ട SI അദ്ദേഹത്തിന്റെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പൊന്നൂസിന്റെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 5-ാം തീയതി നമുക്ക് പൈസ ഇവിടെ തരാമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കേട്ടിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഈ വരുന്ന 5-ാം തീയതി രാവിലെ 9:30-ക്ക് അതിന്റെ അഞ്ചലത്തെ ബ്രാഞ്ച് മാനേജർ ഇവിടെ പൈസ തരുമെന്നാണ് നമ്മളൊരിക്കൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നാഗമാണിക്യവും സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയ പൂജാരിയും സുഹൃത്തും ഏരൂർ പോലീസിന്റെ പിടിയിലായി. 62 പവൻ ആഭരണവും 8 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്ന് വീട്ടമ്മ പരാതിപ്പെട്ടു. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. വിളക്കുപാറ ഇളവറാംകുഴി ക്ഷേത്രത്തിലെ പൂജാരി, മാതാ സ്കൂളിന് സമീപം ചരിവിള വീട്ടിൽ 25-കാരനായ മഹേഷ് കുമാർ, സുഹൃത്ത് കരവാളൂർ സ്വദേശി 42-കാരൻ ശ്യാംലാൽ എന്നിവരാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഇളവറാംകുഴി സുലതാ മന്ദിരത്തിൽ സുമയെ കബളിപ്പിച്ച് 62 പവൻ സ്വർണവും 8 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തെന്നാണ് കേസ്. ഭർത്താവുമായി അകന്നു കഴിയുന്ന സുമയുമായി സൌഹൃദം സ്ഥാപിച്ച പൂജാരിയും സുഹൃത്തും സുമയ്ക്ക് സൌഭാഗ്യങ്ങൾ ഉണ്ടാകാൻ ചില പൂജകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഏരൂർ SI K ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. അതുപോലെ തന്നെ വീടും കാറും കമ്പ്യൂട്ടറും സുമയുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എന്ന് പല രീതിയിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇവർ വല്ലാത്തൊരു വിശ്വാസിയാണ് ഈ സ്ത്രീ. ഇപ്പോൾ വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇവർ പൂജാരി അന്ധമായി വിശ്വസിക്കുകയും പൂജാരി അത് മുതലെടുത്തുകൊണ്ട് ഇവരെ ഈ സ്ത്രീ ലക്ഷ്മിയാണ്, ദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം ഇരട്ടി തരാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടാലോചന നടത്തി മഹേഷും രതീഷും ശ്യാംലാലും ഇവരുടെ സുഹൃത്തുക്കളായ 2 പേരും കൂടി ചേർന്ന് പലപ്പോഴായി 62 പോയിന്റ് ആഭരണങ്ങളും 8 ലക്ഷം രൂപയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാങ്ങിച്ച് പണം തിരിച്ചു കൊടുക്കാതെ സ്വർണ്ണം തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു. അതിലേക്ക് ഒരു പരാതി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യും. ചില പ്രത്യേക പൂജകൾ നടത്തിയാൽ സുമയ്ക്ക് നാഗമാണിക്യവും കാറും വൻ നഗരങ്ങളിൽ ഫ്ളാറ്റും സ്വന്തമാകുമെന്ന് ഇവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പൂജകളുടെ ചെലവിനെന്ന് പറഞ്ഞാണ് 8 ലക്ഷത്തോളം രൂപ പലപ്പോഴായി സുമയിൽ നിന്ന് തട്ടിയെടുത്തത്. പണം തികഞ്ഞില്ലെന്ന് പറഞ്ഞ് 62 പവൻ സ്വർണവും പലപ്പോഴായി വാങ്ങി. ഇതിനായി വിദേശത്തുള്ള ബന്ധുവിന്റെ പണവും സ്വർണവും സുമ കടം വാങ്ങി മഹേഷ് കുമാറിന് നൽകിയത്രേ. പൂജാരിയും സുഹൃത്തും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നാഗമാണിക്യവും സൌഭാഗ്യങ്ങളും കിട്ടാത്തതിനെ തുടർന്ന് സുമ പണവും സ്വർണവും തിരികെ ചോദിച്ചെങ്കിലും തിരികെ നൽകിയില്ല. തുടർന്നാണ് സുമ പോലീസിനെ സമീപിച്ചത്. സ്വർണം ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ മഹേഷും ശ്യാംലാലും പണയം വെച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സുമയിൽ നിന്ന് ഈടാക്കിയ പണവും സ്വർണവും പണയം വെച്ച് ലഭിച്ച തുകയും ആർഭാട ജീവിതത്തിനും വസ്തു വാങ്ങുന്നതിനും ഇവർ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി. പ്രതികളെ പുനലൂർ കോടതി റിമാൻഡ് ചെയ്തു. തട്ടിപ്പിന് മറ്റാരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് SI ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശക്തമായ വേനൽ മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശം. കടക്കലിൽ 3 പേർക്ക് മിന്നലിൽ പരിക്കേറ്റു. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഉച്ചയോടെ പ്രദേശത്ത് ശക്തമായ മഴയാണ് ലഭിച്ചത്. മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലും അനുഭവപ്പെട്ടു. കുമ്മിൽ നടപാറ രാജേഷ് ഭവനിൽ 32-കാരനായ മഹേഷ്, മാതാവ് 54-കാരി ലളിത, മാങ്കോട് AR മൻസിലിൽ 14-കാരി ആമിന എന്നിവർക്ക് മിന്നലിൽ പരിക്കേറ്റു. കല്ലുവട്ടാൻകുഴി സോഫിയയുടെ വീടിന് മുകളിൽ മരം കടപുഴകി വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ഇരപ്പിൽ കുന്നുവിള വീട്ടിൽ വസന്തിയുടെ വീടിന്റെ വൈദ്യുതീകരണ സംവിധാനം മിന്നലിൽ കത്തിനശിച്ചു. വീടുകളുടെയും വാഹനങ്ങളുടെയും ചില്ലുകൾ ഇടിയുടെ ആഘാതത്തിൽ തകർന്നു വീണു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കന്യാകുമാരിക്ക് തെക്ക് ഭാഗം അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ തുടരാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കുളത്തൂപ്പുഴ
മരുതിമൂട് ESM കോളനിയിലെ തകർച്ച നേരിടുന്ന 11 kV ലൈനുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് KSEB. ജനവാസ മേഖലയിൽ വൈദ്യുത തൂണുകൾ തകർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന വിവരം ലൈവ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് KSEB നടപടി തുടങ്ങിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുളത്തൂപ്പുഴ മരുതിമൂട് ESM കോളനിയിലെ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് KSEB കുളത്തൂപ്പുഴ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ NK സുരേഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഇന്നവരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് പോയി, എന്തോ അന്ന് അവർക്ക് നടന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പുതുക്കിയിട്ട് ആ സാങ്ഷൻ മേടിച്ചു. കാരണം ഇത്തിരി വലിയ വർക്കാണ്. എൻ്റെ ഈടെ വലിയ 10,000 രൂപയ്ക്കകത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മേളിലോട്ടുള്ള AIC അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് പോയി അതെല്ലാം റെഡിയാക്കി എത്രയും പെട്ടെന്ന് ഇതിങ്ങനെ അർജൻറ്റായിട്ട് തന്നെ എടുത്തു. ഇതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞ വർക്കുകൾ കണ്ടില്ലേ, അതേപോലെ ചെയ്യും. അപ്പോൾ ഇത് വളരെ അർജൻറ്റാന്ന് പറഞ്ഞാൽ ആ സ്ഥലമൊന്നും നോക്കും. കുളത്തൂപ്പുഴ KLD ബോർഡിലേക്കുള്ള 11 kV ലൈനിന്റെ തൂണുകൾ വർഷങ്ങളായി അപകടാവസ്ഥയിലാണ്. പ്രദേശത്തെ അപകടാവസ്ഥ വിവരിച്ച് ലൈവ് വാർത്ത കഴിഞ്ഞ ദിവസം വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് KSEB നടപടി തുടങ്ങിയത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വീടിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനുകൾ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. കാലപ്പഴക്കം ചെന്നതും അടിഭാഗം ദ്രവിച്ചതുമായ തേക്കിൻ തൂണുകളാണ് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളായി ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. അപകടാവസ്ഥയിലുള്ള വൈദ്യുത തൂണുകൾ വേഗത്തിൽ നീക്കം ചെയ്തില്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം വലിയ ദുരന്തമാകും ഏറ്റുവാങ്ങുക. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വേനൽ മഴയിൽ കിഴക്കൻ മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറാകുന്നു. KSEB ജീവനക്കാരുടെ അനാസ്ഥ തുടർന്നതോടെ വൈദ്യുതി മുടക്കവും പതിവാണ്. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. വേനൽ മഴ ശക്തമായതോടെ ജനം ഇരുട്ടിൽ തപ്പുകയാണ്. വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും ശിഖരങ്ങളും യഥാസമയം മുറിച്ചു മാറ്റാത്തത് വൈദ്യുതി തകരാറിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കിഴക്കൻ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. കല്ലുവട്ടാൻകുഴി ജംഗ്ഷനിൽ റബ്ബർ മരത്തിന്റെ ശിഖരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ചരിഞ്ഞു ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ KSEB അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ജീവനക്കാർ എത്തിയത് രാത്രി 8 മണിയോടെയാണ്. സമീപത്തെ മറ്റൊരു മരത്തിന്റെ ശിഖരവും അപകടാവസ്ഥയിലാണെന്ന് ജീവനക്കാരെ ധരിപ്പിച്ചെങ്കിലും ആളിനെ നിർത്തി മുറിപ്പിക്കണമെന്നായിരുന്നു ജീവനക്കാരന്റെ മറുപടി. തുടർന്ന് വെളിച്ചമില്ലെന്ന കാരണം പറഞ്ഞ് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വരുമെന്ന് അറിയിച്ചെങ്കിലും ഉച്ചതിരിഞ്ഞും ജീവനക്കാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീണ്ടും മഴയും കാറ്റും വരികയാണെങ്കിൽ ശിഖരം ഒടിഞ്ഞു വീഴാനും വൈദ്യുതി ലൈനും പോസ്റ്റും തകരുവാനും സാധ്യതയുണ്ടെന്ന് ജീവനക്കാർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കടയ്ക്കലിൽ ജലാശയങ്ങളിലെ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. പാരിപ്പള്ളി മടത്തറ സംസ്ഥാന പാതയോരത്ത് തുമ്പമൺ തൊടിക്ക് സമീപത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. വേനൽ മഴയിൽ തോടുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം. ചാക്കുകളിൽ കെട്ടിയ മാലിന്യം രാത്രിയിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ മാലിന്യം നിക്ഷേപിക്കാൻ കൂടുതൽ സൌകര്യപ്രദമാണ്. തോട്ടിൽ പതിക്കുന്ന മാലിന്യം വെള്ളത്തിലൂടെ ഒഴുകി കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുകയാണ്. വേനൽ മഴ ശക്തമായ സാഹചര്യത്തിൽ മാലിന്യങ്ങൾ അഴുകി പ്രദേശത്ത് ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ശ്രീശൈലം ഓഡിയോസ് പുറത്തിറക്കിയ യജ്ഞപ്രസാദം ഓഡിയോ CD പ്രകാശനം ചെയ്തു. പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാലാണ് പ്രകാശനം നിർവഹിച്ചത്. സപ്താഹയജ്ഞവേദിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിഷ് വി ചന്ദ്ര അധ്യക്ഷനായി. നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ യജ്ഞാചാര്യൻ ഹരിഹര ചൈതന്യയ്ക്ക് ആദ്യ CD നൽകി പ്രകാശനം നിർവഹിച്ചു. ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ നമുക്ക് സുപരിചിതരായിട്ടുള്ള 2 ഗാനരചയിതാക്കളാണ്. ഒന്ന് ശ്രീ അമ്മവീട്ടിൽ രാജേഷ്, അതേപോലെ തന്നെ ശ്രീ സുജിൽ. 2 പേരും വലിയ പ്രതിഭകളുള്ള. സബ് ഗ്രൂപ്പ് ഓഫീസർ T ചന്ദ്രൻ, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി B പ്രകാശ്, അമ്മവീട്ടിൽ രാജേഷ്, ശ്രീശൈലം ഓഡിയോസ് കോഓർഡിനേറ്റർ ശ്രീശൈലം വിനോദ് എന്നിവർ സംസാരിച്ചു. അമ്മവീട്ടിൽ രാജേഷ്, സുജിത് സുരേന്ദ്രൻ എന്നിവർ രചിച്ച 8 ഗാനങ്ങളാണ് യജ്ഞപ്രസാദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിജു നാരായണൻ, ബിനു സരിക, V അജികുമാർ, സുരാജ്, രശ്മി വിനോദ്, അഭിനന്ദ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ സമാപന ദിനമായ വ്യാഴാഴ്ച CD ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം പുനലൂരിൽ ചേർന്നു. സമ്മേളനത്തിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. ചെമ്മന്തൂർ സംസം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പുനലൂർ മേഖലാ സെക്രട്ടറി സുരേഷ് സൂര്യശ്രീ അധ്യക്ഷനായിരുന്നു. അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ പുനലൂർ SI ML ബെന്നിലാലു ചടങ്ങിൽ വിതരണം ചെയ്തു. സ്റ്റുഡിയോ ഉടമ ശ്രീ നൌഷാദ് അച്ചു. എത്ര നിസ്സാരരാണെങ്കിലും
നിസ്സാരത എന്ന് കരുതുന്നവർ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ തോൽപ്പിക്കാൻ പ്രയാസമാണ്. യോഗത്തിൽ AKPA സംസ്ഥാന സെക്രട്ടറി പ്രിമോസ് ബെൻ യേശുദാസിനെ പുനലൂർ SI ബെന്നിലാലു പൊന്നാടയിട്ട് ആദരിച്ചു. AKPA ജില്ലാ സെക്രട്ടറി M. വിജയൻ, ജില്ലാ പ്രസിഡന്റ് അനിൽ ഏവൺ, AKPA വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ C. ചന്ദ്രബോസ്, മുൻ സംസ്ഥാന സെക്രട്ടറി K. അശോകൻ, AKPA സംസ്ഥാന കമ്മിറ്റി അംഗം E. ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്തറ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പുമേറ്റുമാരുടെ അവലോകന യോഗം ചേർന്നു. ബുധനാഴ്ച കിഴക്കുംഭാഗം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു യോഗം. കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തിയാക്കിയതിന് ജില്ലയിലെ പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനം ചിതറ ഗ്രാമപഞ്ചായത്ത് നേടിയിരുന്നു. 1297 തൊഴിലാളികൾ 100 ദിനം ജോലി ചെയ്തു. ചടയമംഗലം ബ്ലോക്ക് തലത്തിൽ 1ാം സ്ഥാനവും നേടി. 3,51 ലക്ഷം രൂപയുടെ ജോലിയാണ് പൂർത്തീകരിച്ചത്. അടുത്ത വർഷം ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം കൈവരിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ആ തൊഴിലുറപ്പ് നടത്തിയിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നും വോട്ട് വേറെ കൊടുക്കാമെന്നും ഒക്കെ എല്ലാവരും വിചാരിച്ചു. ഞാനും രാഷ്ട്രീയക്കാരനാണ്, മറ്റുള്ളവരും രാഷ്ട്രീയക്കാരാണ്, നിങ്ങളും രാഷ്ട്രീയക്കാരാണ്. ഞാൻ അന്ന് ഇതിന്റെ ഡയറക്ടറുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് പൈസ പിറ്റെന്നുണ്ടായിരുന്നു. പിറ്റെന്ന് പൈസ ആയിട്ടില്ല. കാരണം ഈ പൈസ പറഞ്ഞാൽ എനിക്ക് ഞാൻ പ്രദാനം ചെയ്യുന്ന കക്ഷിക്ക് വോട്ട് പറയുമെന്ന് എനിക്കറിയാവുന്നതിനെ കൊണ്ടിട്ടാണ് ഞാനൊന്നും. ആ പൈസ വന്നതിന് ശേഷം ആളുകളായി പൈസ കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളികളുടെ സംഘശക്തി വിളിച്ചറിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികൾ നടന്നു. ശക്തമായ വേനൽ മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശം. കടക്കലിൽ 3 പേർക്ക് മിന്നലിൽ പരിക്കേറ്റു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. നാഗമാണിക്യവും സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയ പൂജാരിയും സുഹൃത്തും ഏരൂർ പോലീസിന്റെ പിടിയിൽ. വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്തത് 62 പവൻ ആഭരണവും 8 ലക്ഷം രൂപയും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, പാലത്ര ഫാഷൻ ജുവല്ലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി, പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഫാത്തിമ പബ്ലിക് സ്കൂൾ പുനലൂർ, അൽ അമീൻ ജുവല്ലേഴ്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, ഹോളിമാസ് സെൻട്രൽ സ്കൂൾ ഇടമൺ, വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ.